കയ്യിലിതാ ഇഷ്ടം പോലെ മുട്ടയുണ്ട്, നല്ല താറാവിന്റെ മുട്ടയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഈ താറാവ് മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചെടുക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പൊ ഇന്ന് മുട്ട വെക്കാനായിട്ട് ഇതാ ബിയമോൾ ഐസ്മോൾ റെഡി ആട്ടോ. ഇപ്പൊ ബിയമോളാണ് നമ്മളെ നാടൻ കോഴിക്കൊക്കെ അട വെച്ച് കൊടുക്കല്. ഓള് പറഞ്ഞ് ഇൻക്യുബേറ്ററിൽ ഓളന്നെ മുട്ട വെച്ച് കൊടുത്തോളുന്ന്. നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇൻക്യുബേറ്റർ. ചെറിയ ഇൻക്യുബേറ്റർ ആണ്. നമ്മൾ അധികം കുറേ ദിവസമായിപ്പോ ഇൻക്യുബേറ്റർ ഉപയോഗിച്ചിട്ട്. നമ്മൾ അധികം നാടൻ കോഴിക്ക് വെച്ചാണ് ഇപ്പൊ അടവെക്കലും വിരിക്കലൊക്കെ. ഇപ്പൊ കുറച്ച് താറാവിന്റെ മുട്ട കിട്ടി. താറാവ് നമ്മളെടുത്ത് ഇല്ലായിരുന്നു കേട്ടോ. നമ്മളെ കൂട്ടുകാരൻ്റെ അടുത്തപ്പോ താറാവ് ഇപ്പം മുട്ട ഇടുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് മുട്ട കേട്ടോ. അത് ഇൻക്യുബേറ്റർ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ഇഷ്ടംപോലെ നാടൻ കോഴികളൊക്കെ വിരിയിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചായി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെയിലത്തൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ആക്കി എടുത്തതാണ്. ആദ്യം ഇനി ഇതിന്റെ ഉള്ളിൽ അറക്കപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പൊ നല്ല നൈസ് പൊടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പ്ലൈനറിന്റെ പൊടി നമ്മൾ ഇതിൽ അങ്ങനെ ഉപയോഗിക്കലില്ല. ഇതിൽ നമ്മൾ അറക്കപ്പൊടി ആട്ടറില്. നമ്മൾ കോഴിഷെഡിലൊക്കെ അധികം ഇടുക പ്ലൈനറിന്റെ പൊടിയാണ്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുട്ട നല്ല സെറ്റ് ആയിട്ട് നിൽക്കും ഇതില്. വേഗം ഒന്ന് ലെവലിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള അറക്കപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം ചെറുതായിട്ട്. നല്ല പതിഞ്ഞ് നിന്നോളും. മുട്ട വെക്കുന്ന സമയത്തൊക്കെ കറക്റ്റായിട്ട് നിന്നോളും. മോയ്സ്ചർ എപ്പോഴും അതായത് ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മളിതാ ഒരു ചെറിയൊരു ബേസിനിൽ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റ് ഇതാ നമ്മളിതിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഇവിടെ നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ഫാന് വരിക. അപ്പം നമ്മളെ ഇത് ഈർപ്പം എല്ലായിടത്തും നിർത്താൻ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ഇത് നമ്മളിങ്ങനെ ടെമ്പറേച്ചർ ചൂടാവുന്നതനുസരിച്ച് വെള്ളത്തിന്റെ ലെവൽ കുറയും. അത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇനി നമ്മൾ മുട്ട വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഓരോ മുട്ടയും നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലൊരു മാർക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഡബിൾ നമ്മൾ വെക്ക്. കറക്റ്റ് വെച്ചെടുക്ക് വെച്ചോ. അതെല്ലാം ഈ മാർക്ക് മുകളിലോട്ട് വരട്ടെ കേട്ടോ. വേഗം വെച്ചെടുത്തോ. അടുപ്പിച്ച് വെച്ചെടുക്ക്. ഇതൊക്കെ ബിയമോൾക്ക് അറിയാം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവൾ എന്തായാലും നാടൻ കോഴിക്കൊക്കെ ഇഷ്ടംപോലെ മുട്ട വെച്ചെടുത്താലേ. അങ്ങനെ ബിയമോൾ ലാസ്റ്റ് മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസൈൻ ആയിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മാർക്ക് ചെയ്തത് നമ്മൾ ഇനി ദിവസം ഒരു 3 നേരമെങ്കിലും മുട്ട ഒരു 4 മണിക്കൂറിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുള്ളൂ. ഇതുപോലെ തിരിച്ചു വെക്കും. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം നേരെ അടിയിലോട്ടാവും. ഇങ്ങനെ ചെയ്താലേ നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ചൂട് കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ ദിവസവും ഒരു 3 നേരമെങ്കിലും ചെയ്യണം. ഇങ്ങനെ ഒരു 20 നമ്മുടെ താറാമുട്ട വിരിയാൻ 28 ദിവസമാണ്. 28 മുതൽ 30 ദിവസമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു 25 ദിവസമെങ്കിലും നമ്മൾ ഇതുപോലെ വിരിയുന്നതിന്റെ ഒരു 4-5 ദിവസം മുന്നെങ്കിലും വരെ തിരിച്ചിങ്ങനെ വെച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഒക്കെ ബിയമോളൊക്കെ സെറ്റ് ആക്കി വെച്ച് 30 മുട്ടയും ലെവലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓൺ ആയിട്ടുണ്ട്. ശരിക്കും താറാമുട്ടയ്ക്ക് വിരിയാൻ 28 മുതൽ 30 ദിവസമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഭാഗ്യം ഉണ്ടെങ്കിൽ മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം.